നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. വ്രതശുദ്ധിയുടെ നിറവിൽ ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ഈദ്ഗാഹുകളിൽ പെരുന്നാൾ നമസ്കാരം നടത്തി. കലൂരിൽ മൊബൈൽ ഷോപ്പിൽ 1/4 കോടി രൂപയുടെ കവർച്ച. അഫാത്ത് മൊബൈൽ ഷോപ്പിലെ സ്മാർട്ട് ഫോണുകളും ടിവികളും അടക്കമുള്ളവയാണ് കവർന്നത്. എറവക്കാട് ഓടൻചിറ ഷട്ടറിനു സമീപം മണലിപ്പുഴയിലേക്ക് കുടുംബം സഞ്ചരിച്ച ഓട്ടോറിക്ഷ മറിഞ്ഞു. 4 കുട്ടികൾ ഉൾപ്പെടെ 7 അംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പൊന്നാനി ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. ഏവർക്കും NCTV ചാനലിന്റെ റമദാൻ ആശംസകൾ. വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങൾക്കു ശേഷം ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ഒന്നിച്ചുകൂടി ബന്ധങ്ങൾ പുതുക്കി പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് രുചിയും വിളമ്പിയാണ് വിശ്വാസികൾ റമദാൻ ആഘോഷിച്ചത്. റംസാൻ 29 പൂർത്തിയാക്കിയാണ് ഇസ്ലാം മതവിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിച്ചത്. പെരുന്നാൾ നമസ്കാരത്തിനായി ഈദ്ഗാഹുകളിലും പള്ളികളിലും വിശ്വാസികൾ ഒത്തുചേർന്നു. തക്ബീർ ധ്വനികളാൽ മുഖരിതമായിരുന്നു പള്ളികൾ. എങ്ങും ചെറിയ പെരുന്നാളിന്റെ സന്തോഷവും ആഘോഷവും മാത്രം. നന്മകളാൽ സ്ഫുടം ചെയ്തെടുത്ത മനസ്സുമായാണ് വിശ്വാസികൾ ഈദ് ആഘോഷത്തിലേക്ക് കടന്നത്. വിശ്വാസത്തിന്റെയും സാഹോദര്യത്തിന്റെയും ത്യാഗത്തിന്റെയും മൂല്യമാണ് ഈദുൽ ഫിത്തർ വിളിച്ചോതുന്നത്. പാവപ്പെട്ടവർക്ക് ഫിത്തർ സക്കാത്ത് എന്ന പേരിൽ അരി വിതരണം നടത്തിയ ശേഷമാണ് വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിനെത്തുക. ഈദുൽ ഫിത്തർ എന്ന് ചെറിയ പെരുന്നാൾ അറിയപ്പെടാനും ഇതാണ് കാരണം. വലിപ്പം ചെറുപ്പമില്ലാത്ത ഓരോ വ്യക്തിയും ധാന്യം വിതരണം നടത്തേണ്ടത് വിശ്വാസിയുടെ നിർബന്ധിത ബാധ്യതയാണ്. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞാണ് രാവിലെ നമസ്കാരത്തിനെത്തിയത്. പരസ്പരം ആശ്ലേഷിച്ചും സന്തോഷം പങ്കുവെച്ചുമാണ് നമസ്കാരത്തിന് ശേഷം ഓരോരുത്തരും വീടുകളിലേക്ക് മടങ്ങിയത്. തുടർന്ന് കുടുംബാംഗങ്ങളുമായി ഒത്തുചേർന്ന ആഘോഷം. ശേഷം ബന്ധുവീടുകളിലേക്കും സുഹൃത്തുക്കളുടെ വീടുകളിലേക്കുമുള്ള സന്ദർശനം എന്നിവയായിരുന്നു പെരുന്നാൾ ചടങ്ങുകൾ. ഈ വർഷം ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവും പള്ളികളിൽ നടന്നു. തൃശൂർ ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ CMS സ്കൂളിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. തൃശൂർ വെള്ളിയന്നൂർ ഹിറ മസ്ജിദ് ചീഫ് ഇസ്ലാം അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ ഈദ് സന്ദേശം നൽകി. റവന്യൂ മന്ത്രി K രാജൻ, മേയർ MK വർഗീസ്, P ബാലചന്ദ്രൻ MLA, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, തൃശൂർ അതിരൂപത സഹായ മെത്രാൻമാർ ടോണി നീലങ്കാവിൽ, തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി K രാജൻ ഈദ് ആശംസകൾ നേർന്നു. 29 ദിവസക്കാലത്തെ കഠിനമായിട്ടുള്ള വ്രതാനുഷ്ഠാനങ്ങളുടെ ഒടുവിൽ ചെറിയ പെരുന്നാളിൻ്റെ വിശാലമായിട്ടുള്ള മനുഷ്യ സംസ്കാര സ്നേഹത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. വിശ്വാസങ്ങളിലെല്ലാം തീർച്ചയായിട്ടും നമ്മുടെ മതവിശ്വാസങ്ങളുണ്ടാകും. പക്ഷേ ആഘോഷങ്ങൾ എപ്പോഴും മതനിരപേക്ഷവുമാണ്. ആ ആഘോഷങ്ങളെ ഇന്ന് അപായകരമാം വിധത്തിൽ ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്ന മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരിക്കെതിരായിട്ടുള്ള വലിയ കരുതലും ശ്രദ്ധയും നമുക്കുണ്ടാകും. 30 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിനു ശേഷം പാലപ്പിള്ളി മേഖലയിലെ വിവിധ മഹല്ലുകളിൽ വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ 6 മുതൽ പള്ളികളിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങി. വരന്തരപ്പള്ളി ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഖതീബ് ഇല്യാസ് ഫൈസി നേതൃത്വം നൽകി. വേലുപ്പാടം മഹല്ല് ജുമാ മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരത്തിന് അബ്ദുൽ അസീസ് മൗലവി നേതൃത്വം നൽകി. മഹല്ല് ഇമാം ഹാഫിൽ ഇസ്ഹാഖ് യമാനി പെരുന്നാൾ ഖുതുബ നിർവഹിച്ചു. അബ്ദുല്ല മൗലവി നേതൃത്വം നൽകി. പുലിക്കണ്ണി ജുമാ മസ്ജിദിൽ ഹാരിസ് ദാരിമി വെളിയംകോട്, യൂസഫ് ഫൈസി എന്നിവർ നേതൃത്വം നൽകി. പാലപ്പിള്ളി ജുമാ മസ്ജിദിൽ സിദ്ദിഖ് ദാരിമി നാട്ടുകല്ല് പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ലഹരി വിമുക്ത പ്രതിജ്ഞയ്ക്ക് 1000ഓളം പേർ പങ്കെടുത്തു. മാഹിൻ മുസ്ലിയാർ പെരുമ്പാവൂർ നേതൃത്വം നൽകി. കുട്ടൻചിറ മഹലിൽ CS ഷൗക്കത്ത് അലി ബാക്കവി പെരുന്നാൾ നമസ്കാരത്തിനും ഖുത്ബയ്ക്കും നേതൃത്വം നൽകി. എച്ചിപ്പാറ മഹലിൽ നജീബ് സഖാഫി വെള്ളിലയും
കാരിക്കുളത്ത് സലീം സഖാഫിയും പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. വെള്ളിക്കുളങ്ങരയിൽ നൌഫൽ ബാഗവിയും പത്തുകുളങ്ങരയിൽ ഇസ്മായിൽ ഫൈസിയും കോടാലിയിൽ അബ്ദുൽ റഹ്മാൻ മൗലവിയും കല്ലൂരിൽ ഉബൈദ് റബ്ബാനിയും പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. മനുഷ്യർ തെറ്റിലേക്ക് പോകുന്നവരാണ്. അതിൽ നിന്നും അവൻ പിശാചിനെയും ദുനിയാവിനെയും അവന്റെ ശരീരത്തെയും എല്ലാം മറികടന്ന് വിജയത്തിന്റെ ലോകത്തേക്ക് അവൻ പോയപ്പോ മാലാഖമാർ ഇന്നേ ദിവസം നമ്മോട് ഈദ് മുബാറക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആകാശ ലോകത്ത് സങ്കടത്തിന്റെ അനുശോചനത്തിന്റെ ഒരു മെസ്സേജ് വരുന്നുണ്ട്. അതാർത്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായ അല്ലാഹുവിന്റെ മഗ്ഫിറത്തും മർഹമത്തും നരകമോചനവും സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തുറന്നു കൊടുത്തിട്ട് അതുപോലും ഉപയോഗിക്കാത്ത മനുഷ്യ, നിനക്കൊരു പരാജയമാണ്, നിനക്ക് നാശമാണ് എന്നുള്ള മെസ്സേജും ആകാശ ലോകത്ത് ഇന്നേ ദിവസം ഇറങ്ങി വരുന്നുണ്ട്. കൊടകര മേഖലയിലെ വിവിധ ജുമാ മസ്ജിദുകളിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കോടാലി ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം മുഹമ്മദ് ഷെരീഫ് ദാരുമി നേതൃത്വം നൽകി. മറ്റത്തൂർ നെല്ലിപ്പറമ്പ് ജുമാ മസ്ജിദിൽ ഇമാം CH മാഹിൻ മൗലവി അൽ ഖാസിമിയും കൊടകര ജുമാ മസ്ജിദിൽ ഇമാം അബ്ദുൽ അസീസ് സഖാഫിയും പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. വെള്ളിക്കുളങ്ങര റിഫായി ജുമാ മസ്ജിദിൽ ഇമാം ഉനൈസ് സഖാഫി അൽ അർഷദിയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. പത്തുകുളങ്ങര ജുമാ മസ്ജിദിൽ ഇമാം സാജിദ് മന്നാനിയും ചൊക്കന നായാട്ടുകൊണ്ട് ബദ്രിയ ജുമാ മസ്ജിദിൽ ഇമാം മുഹമ്മദ് അൽ ഹസനിയും ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. തലോറിൽ മൊബൈൽ ഷോപ്പിൽ 1/4 കോടി രൂപയുടെ കവർച്ച. തലോർ അഫാത്ത് മൊബൈൽ ഷോപ്പിലെ സ്മാർട്ട് ഫോണുകളും ടിവികളും ലാപ്ടോപ്പുകളും ടാബുകളും മേശയിൽ സൂക്ഷിച്ച പണവും കവർന്നു. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. തിങ്കളാഴ്ച രാവിലെ ജീവനക്കാർ ഷോപ്പ് തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. നമ്മുടെ ഷോപ്പിൽ തെഫ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുലർച്ചെയാണ് നടന്നിട്ടുള്ളത്. ആക്ച്വലി നമുക്ക് ഓൾമോസ്റ്റ് ഈവനോട് നമുക്ക് മൊബൈൽ ഫോൺസ്, സ്മാർട്ട് ഫോൺസ്, എൻ്റെ സ്മാർട്ട് ഫോൺസ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ സെനൈസിൻ്റെ ഹെഡ്ഫോൺസ്, പിന്നെ ഫാനുകൾ, ടിവികളൊക്കെ നമ്മുടെ ഒറ്റ നോട്ടത്തിൽ, പുറമേ നിന്നുള്ള നോട്ടത്തിൽ നമുക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു സംഖ്യ തന്നെ നമുക്ക് നഷ്ടമായിട്ട് വന്നിട്ടുണ്ട് നിലവിൽ. മൊബൈൽ ഷോപ്പിന്റെ ഷട്ടർ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തകർത്താണ് കവർച്ച നടന്നിട്ടുള്ളത്. വെള്ള നിറത്തിലുള്ള മാരുതി സ്വിഫ്റ്റ് കാറിലാണ് മോഷ്ടാക്കൾ എത്തിയത്. ഷോപ്പിന്റെ മുൻവശത്തെ CCTV ക്യാമറ നശിപ്പിച്ച ശേഷമാണ് മോഷ്ടാക്കൾ ഷട്ടർ തകർത്ത് അകത്ത് കയറിയത്. മുഖം മറച്ച് 2 പേർ അകത്ത് കയറി ഷെൽഫിൽ വെച്ചിരുന്ന വിലപിടിപ്പുള്ള സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പും ടാബുകളും 2 ചാക്കുകളിലാക്കി കൊണ്ടുപോകുന്നത് ഷോപ്പിനുള്ളിലെ CCTV ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. മേശയിൽ സൂക്ഷിച്ച പണവും ഇവർ കവർന്നു. സംസ്ഥാന പാതയോരത്ത് പ്രവർത്തിക്കുന്ന ഷോപ്പിന്റെ മുൻപിലേക്ക് ഇവരുടെ കാർ കയറ്റിയിടുന്ന ദൃശ്യങ്ങൾ തൊട്ടടുത്തുള്ള കടയുടെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. ഏകദേശം 1.5 മണിക്കൂറോളം ഷോപ്പിന്റെ ഷട്ടർ ഉയർത്തി നിർത്തിയാണ് സംഘം കവർച്ച നടത്തിയത്. ഈ സമയത്ത് മൊബൈൽ ഷോപ്പിന് സമീപത്തെ കടയിലേക്ക് പച്ചക്കറിയുമായി വന്ന പിക്കപ്പിന്റെ ഡ്രൈവർ വരുന്നത് കണ്ട് മോഷ്ടാക്കൾ കാറെടുത്ത് പോവുകയായിരുന്നു. തൈക്കാട്ടുശ്ശേരി റോഡിലേക്ക് തിരിഞ്ഞു പോകുന്ന കാറിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. എറവക്കാട് ഓടൻചിറ ഷട്ടറിനു സമീപം മണലിപ്പുഴയിലേക്ക് കുടുംബം സഞ്ചരിച്ച ഓട്ടോറിക്ഷ മറിഞ്ഞു. 4 കുട്ടികൾ ഉൾപ്പെടെ 7 അംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചിറ്റിശ്ശേരി സ്വദേശി കുരുതുകുളങ്ങര വീട്ടിൽ വിനുവിന്റെ ഭാര്യ രേഷ്മ, ഇവരുടെ 4 മക്കൾ, ഭാര്യ മാതാവ് അജിത എന്നിവരാണ് ഓട്ടോയിലുണ്ടായിരുന്നത്. ഊരകത്ത് നിന്ന് വരുന്നതിനിടെ നിയന്ത്രണം വിട്ട ഓട്ടോ പുഴയിലേക്ക് മറിയുകയായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. പരിക്കേറ്റവരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലാണ് ആദ്യം എത്തിച്ചത്. തലയ്ക്ക് പരിക്കേറ്റ രേഷ്മയെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നിസാര പരിക്കേറ്റ മറ്റുള്ളവരെ പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. ഓട്ടോയിലുണ്ടായിരുന്നവരുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഓടൻചിറ ഷട്ടർ താഴ്ത്തിയത് മൂലം പുഴയിൽ വെള്ളം ഉയർന്ന നിലയിലായിരുന്നു. അപകടത്തിൽ മുങ്ങിപ്പോയ ഓട്ടോയിലെ യാത്രക്കാരെ നാട്ടുകാരാണ് രക്ഷിച്ചത്. തിങ്കളാഴ്ച ഉച്ചയോടെ ക്രെയിൻ എത്തിച്ചാണ് ഓട്ടോ ഉയർത്തിയത്. മണ്ണുത്തി അങ്കമാലി ടോൾ പാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ സർവീസ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ലാത്തതിനാൽ അടിപ്പാതകളുടെ നിർമ്മാണം അവസാനിക്കുന്നതുവരെ പാലേക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് നിർത്തിവെക്കാൻ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നെന്മണിക്കര യൂണിറ്റ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. മണ്ണുത്തി അങ്കമാലി ടോൾ പാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന കറുകുറ്റി, കൊരട്ടി, മുരിങ്ങൂർ, പേരാമ്പ്ര, ആമ്പല്ലൂർ എന്നിവിടങ്ങളിൽ ഗതാഗതം സുഗമമാക്കാൻ
നല്ല രീതിയിൽ സർവീസ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. ദീർഘസമയം ഇവിടെ ഗതാഗത തടസ്സമുണ്ടാകുന്നതായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നെന്മണിക്കര യൂണിറ്റ് കത്തിൽ ചൂണ്ടിക്കാട്ടി. ഗതാഗത ക്രമീകരണത്തിൽ അശാസ്ത്രീയമായും ആസൂത്രണമില്ലായ്മയും ഇല്ലാതെ അടിപ്പാത നിർമ്മാണം ആരംഭിച്ച് മാസങ്ങളായി പുരോഗമിക്കുന്നതായും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആരോപിക്കുന്നു. യാത്രികർക്ക് ദീർഘസമയ ഗതാഗത തടസ്സം മൂലം വലിയ സമയ ഇന്ധന നഷ്ടം സംഭവിക്കുന്നു. അതുകൊണ്ട് ഈ അടിപ്പാതകളുടെ നിർമ്മാണം അവസാനിക്കുന്നതുവരെ പാലേക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് നിർത്തിവെക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് കളക്ടറോട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആവശ്യപ്പെടുന്നത്. കൊടകര ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തി. പഞ്ചായത്ത് അംഗം TK പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്വപ്ന സത്യൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി MA സുനിൽകുമാർ, ജൂനിയർ സൂപ്രണ്ട് KB രഞ്ജിനി എന്നിവർ പ്രസംഗിച്ചു. മാലിന്യമുക്ത നവകേരള ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്ഥാപനങ്ങളെയും സംഘടനകളെയും ചടങ്ങിൽ ആദരിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന റാലിയിൽ ജനപ്രതിനിധികൾ, അംഗനവാടി ജീവനക്കാർ, കുടുംബശ്രീ അംഗങ്ങൾ, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൊടകരയിലെ മാലിന്യ പരിപാലനത്തിന്റെ പ്രവർത്തന വീഡിയോ പ്രദർശനവും ഉണ്ടായി. മറ്റത്തൂർ പഞ്ചായത്തിലെ 16-ാം വാർഡിലുള്ള കുഞ്ഞാലിപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രം പ്ലാസ്റ്റിക് വിമുക്തമാക്കി. കുഞ്ഞാലിപ്പാറയിൽ വലിച്ചെറിയപ്പെട്ട നിലയിൽ കണ്ടെത്തിയ പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളുമാണ് പഞ്ചായത്ത് അംഗം സുമേഷ് മൂത്തമ്പാടിന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, അംഗൻവാടി ടീച്ചർമാർ, ആശാ വർക്കർമാർ, നാട്ടുകാർ എന്നിവർ ചേർന്ന് വൃത്തിയാക്കിയത്. പ്ലക്കാർഡുകൾ കയ്യിലേന്തി റാലിയായാണ് പ്രവർത്തകർ കുഞ്ഞാലിപ്പാറയിലെത്തിയത്. തുടർന്ന് 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ ട്രോഫി നൽകി ആദരിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പ്രദീപ് കുമാർ, സാഹിത്യകാരൻ സുഭാഷ് മൂന്നുമുറി, പ്രദീപ് ചൂരക്കാടൻ, രാഹുൽ എന്നിവരും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ശേഖരിച്ച പാഴ്വസ്തുക്കൾ IRTC കോർഡിനേറ്റർ TM ശിഖാമണിയുടെ സാന്നിധ്യത്തിൽ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി. അളഗപ്പനഗർ പഞ്ചായത്തിനെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പ്രിൻസി ഡേവിസ്, ജോസി ജോണി, ജിജോ ജോൺ, പഞ്ചായത്ത് അംഗങ്ങളായ പ്രിൻസൻ തയ്യാലക്കൽ, സനൽ മഞ്ഞളി, PK ശേഖരൻ, VK വിനിഷ്, KA ശൈലജ, പ്രിൻസ് അരിപ്പാലത്തുകാരൻ, സജന ഷിബു, ദിനിൽ പാലപ്പറമ്പിൽ, സെക്രട്ടറി PB സുഭാഷ്, CDS ചെയർപേഴ്സൺ ഗിരിജ പ്രേംകുമാർ എന്നിവർ പ്രസംഗിച്ചു. സ്കൂളിൽ പോകാൻ കഴിയാത്ത പ്രായമുള്ള മുഴുവൻ ആളുകൾക്കും അക്ഷരാഭ്യാസം പഠിപ്പിക്കുന്ന ആ പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി കേരളം എടുക്കുകയും കേരളം പരിപൂർണമായി സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ നിന്നും ഇലക്ഷൻ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു കുറച്ച് നാളത്തെ നമ്മുടെ വ്യക്തികാരും അതുപോലെ തന്നെ കുടുംബശ്രീകാരും എല്ലാവരും ഒരു കൂട്ടായ പരിശ്രമം അതന്നെയാണ് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ വന്ന എല്ലാവർക്കും ഈ പരിപാടി ഇന്നത്തെ കൊണ്ട് അവസാനിക്കുന്നതല്ല, നമ്മൾ തുടർന്നു നമ്മുടെ വീടുകളിലും നമ്മുടെ അയൽപ്പക്കങ്ങളിലും മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുന്ന ചടങ്ങാണ് നമുക്ക് നടക്കുന്നത്. നിങ്ങൾക്കറിയാം, കുറച്ച് കൊല്ലങ്ങളായി നമ്മൾ ഈ മാലിന്യ സംസ്കരണ രംഗത്ത്, മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടകര അഴകം യുവജന സംഘം വായനശാലയെ ഹരിത ഗ്രന്ഥശാലയായി പ്രഖ്യാപിച്ചു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം NS വിദ്യാധരൻ പ്രഖ്യാപനം നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് K ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി PM സുനിൽകുമാർ, കമ്മിറ്റി അംഗം AK ബാലൻ, റിട്ടയർഡ് സ്കൂൾ പ്രിൻസിപ്പൽ TV ഗോപി എന്നിവർ പ്രസംഗിച്ചു. വായനശാല അംഗങ്ങളുടെ വീടുകളിൽ ഹരിത പ്രോട്ടോകോൾ നടപ്പിലാക്കുമെന്ന് അംഗങ്ങൾ പ്രതിജ്ഞയെടുത്തു. മുപ്ലിയം പിടിക്കപ്പറമ്പ് നവസാംസ്കാരിക സാഹിതി പബ്ലിക് ലൈബ്രറി ഹരിത ഗ്രന്ഥശാലയായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹേമലത നന്ദകുമാർ പ്രഖ്യാപനം നടത്തി. പഞ്ചായത്ത് അംഗം അജിത സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൌൺസിൽ ജില്ലാ കമ്മിറ്റി അംഗം MP ജോഷി, താലൂക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി, ലൈബ്രറി പ്രസിഡന്റ് VP പീറ്റർ, സെക്രട്ടറി ശങ്കരൻ കരുമാലി, AT ജോൺ എന്നിവർ പ്രസംഗിച്ചു. വാർഡിലെ ഹരിതസേന അംഗങ്ങളായ ഷീബയെയും രമ്യയെയും ആദരിച്ചു. ലഹരിക്കെതിരെ പറപ്പൂക്കര പഞ്ചായത്തിലെ വാർഡ് 12 പോങ്കോത്രയിൽ ജനസഭ സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ തോമസ് ഇളങ്കുന്നപ്പുഴ,
പുതുക്കാട് SHO വി സജീഷ് കുമാർ, ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ NM പുഷ്പാകരൻ, പഞ്ചായത്ത് അംഗങ്ങളായ രാധാ വിശ്വംഭരൻ, ഷീബ സുരു, CPIM ബ്രാഞ്ച് സെക്രട്ടറി PM ബാബു, കോൺഗ്രസ് പ്രതിനിധി ഷാജി മാനിയങ്കര, BJP പ്രതിനിധി TR രജീഷ്, നെല്ലായി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം അമ്പിളി സജീവൻ, സീനിയർ സിറ്റിസൺ ഭാരവാഹി ജോൺ, പാസ്റ്റർ കൌൺസിൽ അംഗം ജോസ് ജെ കാളൻ, PI ചന്ദ്രൻ, MV നാരായണൻ, നരേന്ദ്രൻ കല്ലിക്കടവിൽ, KP ബാബു, ജോസ് ആന്റണി, TP ഷീജ സുനിത രവീന്ദ്രൻ, ആന്റോ മഞ്ഞളി, MR ഭാസ്കരൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC പ്രദീപ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കവിത സുനിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. പൂക്കോട് ഭഗവതിക്കാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. ഗണപതി ഹോമം, ശുദ്ധികലശം, ശ്രീഭൂതബലി തുടങ്ങിയ താന്ത്രിക ചടങ്ങുകളും മേള അകമ്പടിയിൽ എഴുന്നള്ളിപ്പും നടത്തി. പ്രസാദ ഊട്ടുമുണ്ടായിരുന്നു. വൈകിട്ട് ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, തുടർന്ന് ഗുരുതി തർപ്പണം നടന്നു. ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ കാവടി മഹോത്സവത്തിന് കൊടിയേറി. ഏപ്രിൽ 6 ഞായറാഴ്ചയാണ് കാവടി ഉത്സവം. ക്ഷേത്രം മേൽശാന്തി കുട്ടൻ ശാന്തിയും ക്ഷേത്ര ഭാരവാഹികളും കൊടിയേറ്റ ചടങ്ങിന് നേതൃത്വം നൽകി. കാവടി ഉത്സവം നടക്കുന്ന ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ വിവിധ സെറ്റുകളുടെ കാവടി വരവ്, വൈകിട്ട് 7:30 മൂന്നുമുറി പള്ളി ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന സന്ധ്യാവിസ്മയ കാഴ്ചയിൽ തിറ, കഥകളി വേഷം, ശിങ്കാരിമേളം, വെറൈറ്റി പ്രോഗ്രാം, നാസിക് ഡോൾ എന്നിവയും 8 ദേശക്കാവടി സെറ്റുകളും അണിനിരക്കും. യുവചൈതന്യ സെറ്റ്, അമ്പലനട സെറ്റ്, തെക്കുമുറി യുവജന സംഘം, ശ്രീമുരുക സെറ്റ്, വേൽമുരുക സെറ്റ്, കുഞ്ഞാലിപ്പാറ സെറ്റ്, ടൗൺ സെറ്റ്, ശാന്തിനഗർ സെറ്റ് എന്നീ ദേശക്കാവടി സെറ്റുകൾ അണിനിരക്കും. അവിട്ടപ്പള്ളി ചാഴിക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവം ചൊവ്വാഴ്ച ആഘോഷിക്കും. ഇതോടനുബന്ധിച്ച് 31 രാവിലെ 8 പൊങ്കാല സമർപ്പണം നടക്കും. 1 രാവിലെ 5 ഗണപതി ഹോമം, 7 കലശാഭിഷേകം, 9 പൂരം എഴുന്നള്ളിപ്പ്, പഞ്ചാരിമേളം, വൈകിട്ട് 4 കാഴ്ചശീവേലി, പാണ്ടിമേളം, 7 സഹസ്രദീപം, 9 ചാഴിക്കാട് ദേശത്തിന്റെ ശിങ്കാരിമേളം, 11 തേവർപ്പാടം ദേശത്തിന്റെ വരവ്, 12 കാളകളി എന്നിവയുണ്ടാകും. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി ഏറണ്ണൂർ ശശി നമ്പൂതിരി, മേൽശാന്തി തേശ്ശേരി ഹരിശാന്തി എന്നിവർ കാർമ്മികത്വം വഹിക്കും. ആറാട്ടുപുഴ ദേവസംഗമത്തിലെ മുഖ്യ പങ്കാളി തൊട്ടിപ്പാൾ ഭഗവതിയുടെ കാർത്തിക പുറപ്പാട് ചൊവ്വാഴ്ച. താന്ത്രിക വിധി പ്രകാരം ചടങ്ങുകൾക്ക് രാത്രി 9:30 ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. തുടർന്ന് വിളക്കാചാരവും പെരുവനം സതീശന്മാരാർ നയിക്കുന്ന പഞ്ചാരിമേളവും നടക്കും. ഏപ്രിൽ 9 പ്രസിദ്ധമായ തൊട്ടിപ്പാൾ ഭഗവതിയുടെ പകൽപൂരം. പിണറായി ഭരണത്തിൽ കതിരിന് വളം വയ്ക്കുന്നത് പോലെ അവസാന സമയം ഫണ്ട് അനുവദിച്ചതിലൂടെ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ 4 സാമ്പത്തിക വർഷം കൊണ്ട് നഷ്ടമായത് ഏകദേശം 1054 കോടി രൂപയാണെന്ന് സർക്കാരിന്റെ ISGDയുടെ വെബ്സൈറ്റ് വ്യക്തമാക്കുന്നുവെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും DCC പ്രസിഡന്റുമായ ജോസഫ് ടാജറ്റ് പറഞ്ഞു. പിണറായി സർക്കാരിന്റെ കതിരിന് വളം വയ്ക്കുന്നത് മൂലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ ജില്ലയിൽ നഷ്ടപ്പെട്ടത് 1054 കോടി രൂപയാണ്. ഇത് യഥാസമയങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കേണ്ട ഫണ്ട് ധനമന്ത്രി അനുവദിക്കാത്തതിലൂടെയാണ് ഈ നഷ്ടം നമുക്ക് സംഭവിച്ചത്. ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം 740.87 കോടി രൂപയുടെ വാർഷിക ബഡ്ജറ്റാണ് ഉണ്ടായിരുന്നത്. ഈ സാമ്പത്തിക വർഷത്തെ ജില്ലയുടെ ബഡ്ജറ്റ് സംഖ്യയായ 740.87 കോടി രൂപയിൽ വർഷം അവസാനിക്കുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ ചെലവഴിച്ചത് 382 കോടി രൂപയാണ്. 358 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചു. കഴിഞ്ഞ വർഷത്തെ സ്പിൽ ഓവർ പദ്ധതികൾക്ക് ഈ വർഷം ചെലവായ സംഖ്യയായ 196 കോടി രൂപ കൂട്ടിയാൽ നഷ്ടം 162 കോടി രൂപയായി കുറയും. സമയത്ത് ഫണ്ട് അനുവദിക്കാത്തതിലൂടെയും അനാവശ്യ ട്രഷറി നിയന്ത്രണത്തിലൂടെയും കോടികളുടെ വികസന പദ്ധതികളാണ് ജില്ലയ്ക്ക് നഷ്ടമായതെന്നാണ് ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ ആരോപണം.
എല്ലാ ഫണ്ടും അനുവദിച്ചുവെന്ന് അവകാശപ്പെടുന്ന ധനമന്ത്രി എന്നാണ് ഫണ്ട് കൊടുത്തതെന്ന് വ്യക്തമാക്കണം. കതിരിന് വളം വെക്കുന്നത് പോലെ അവസാന സമയമാണ് മന്ത്രി ഫണ്ട് അനുവദിച്ചത്. ഈ മാസം 26 മുതലുള്ള ബില്ലുകൾ മാത്രമാണ് ക്യൂവിൽ വരികയുള്ളൂവെന്ന് പറഞ്ഞുവെങ്കിലും 24 മുതലുള്ള ബില്ലുകൾ ക്യൂവിൽ ആവുകയും 1 ലക്ഷം വരെയുള്ള ബില്ലുകളെ മാറേണ്ടതുള്ളൂവെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തതോടെ തദ്ദേശ സ്ഥാപനങ്ങൾ സമർപ്പിച്ച ബില്ലുകൾ ഏപ്രിൽ 1 ശേഷം മാത്രമേ മാറി ലഭിക്കുകയുള്ളൂ. ഈ സംഖ്യ അടുത്ത സാമ്പത്തിക വർഷത്തെ വിഹിതത്തിൽ നിന്നാണ് കുറവ് ചെയ്യുക. ഇതോടെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും വലിയ പ്രതിസന്ധിയിലായെന്ന് ജോസഫ് ടാജറ്റ് ചൂണ്ടിക്കാട്ടി. ഇതുവരെ ജില്ലയിലെ 17 ട്രഷറികളിലായി 6335 ബില്ലുകളിലായി 124.87 കോടി രൂപ ഇനിയും പാസ്സാക്കാനുണ്ട്. ജില്ലാ പഞ്ചായത്തിന് നഷ്ടമായത് ഏകദേശം 34 കോടി രൂപയാണ്. 84.57 കോടി വാർഷിക വികസന ഫണ്ടിൽ ചിലവാക്കാനായത് 50.72 കോടി രൂപയാണ്. ഇതിൽ 21.3 കോടി രൂപ കഴിഞ്ഞ വർഷത്തെ പദ്ധതിയുടേതാണ്. 59.72% ചെലവുമായി സംസ്ഥാനത്ത് 11ാം സ്ഥാനത്താണ്. ഇതിൽ 439 ബില്ലുകളിലായി 13.47 കോടി രൂപ ഇനിയും പാസ്സാക്കാനുണ്ട്. 0.20% സ്പിൽ ഓവർ തുക സർക്കാർ അനുവദിച്ചാൽ 16.4 കോടി രൂപ നഷ്ടത്തിൽ കുറയ്ക്കാനാകും. പക്ഷേ കഴിഞ്ഞ വർഷത്തെ സ്പിൽ ഓവർ തുകയായ 17 കോടി രൂപയും അതിന് മുൻവർഷങ്ങളിലെ സ്പിൽ ഓവർ തുകയും ഈ സാമ്പത്തിക വർഷം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചില്ല. അങ്ങനെ നോക്കുമ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ നഷ്ടം ഏറെയാണ്. സമാനമായ രീതിയിൽ തൃശൂർ കോർപ്പറേഷന് കോടികൾ നഷ്ടമായിരിക്കുകയാണ്. 80.10 കോടിയുടെ വാർഷിക പദ്ധതിയിൽ 57.39 കോടി മാത്രമാണ് ചിലവഴിച്ചിട്ടുള്ളത്. ആയതിൽ 10 കോടി രൂപ സ്പിൽ ഓവർ പദ്ധതികളുടെ തുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ സ്പിൽ ഓവർ തുക ലഭിക്കാത്തതിനാൽ കോർപ്പറേഷന് സംഭവിച്ച നഷ്ടം വലുതാണ്. സമാനമായ രീതിയിലാണ് ജില്ലയിലെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും നഷ്ടം നേരിട്ടതെന്നും ടാജറ്റ് പറഞ്ഞു. വർഷത്തിൽ 3 ഗഡുക്കളായി നൽകുന്ന ഫണ്ട് യഥാസമയങ്ങളിൽ കൊടുത്തിരുന്നുവെങ്കിലും ഫണ്ട് ശരിയായ രീതിയിൽ ചെലവഴിക്കാൻ കഴിയുമായിരുന്നു. ഇനി ഇതിൽ നിന്നും കരകയറണമെങ്കിൽ സർക്കാർ അടുത്ത സാമ്പത്തിക വർഷം കഴിഞ്ഞ വർഷങ്ങളിലെ സ്പിൽ ഓവർ തുക പൂർണ്ണമായും അനുവദിക്കണം. അത്തരത്തിൽ ചെയ്യാറില്ല എന്ന് മാത്രമല്ല, സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം അടുത്ത സാമ്പത്തിക വർഷം നിലവിൽ ഈ വർഷം ലഭിച്ച ഫണ്ടിൽ നിന്ന് കുറവ് ലഭിക്കാനേ സാധ്യതയുള്ളൂ. ഫണ്ട് എല്ലാം നൽകുമെന്ന് പറഞ്ഞ സർക്കാർ കോടികളാണ് ഗ്രാൻഡ് ഇനത്തിലും സ്പിൽ ഓവർ തുകയായും ഇനിയും നൽകാനുണ്ടെന്നും DCC പ്രസിഡന്റ് ആരോപണം ഉന്നയിക്കുന്നു. ഇത്തരത്തിൽ സർക്കാർ അധികാര വികേന്ദ്രീകരണത്തിനു പകരം അധികാര കേന്ദ്രീകരണം നടത്തുകയാണ്. അതിനാൽ തന്നെ താഴെത്തട്ടിൽ വികസനം എത്തിക്കുകയെന്ന ലക്ഷ്യം സർക്കാർ അട്ടിമറിക്കുകയാണ്. സർക്കാരിൻ്റെ സാമ്പത്തിക ക്രമക്കേടും ധൂർത്തും കാരണമാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന ലക്ഷ്യം അട്ടിമറിക്കപ്പെടുന്നതെന്ന് ജോസഫ് ടാജറ്റ് ആരോപിച്ചു. കൊടകര പാറക്കാട്ടുകര സെന്റ് മേരീസ് പള്ളിയിലെ മതബോധന വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ഗ്രേസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജെയ്സൺ പാറക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ CP ജോബി അധ്യക്ഷത വഹിച്ചു. ബ്രദർ ആഷർ കൂനൻ, ബ്രദർ സിൻജോ, സിസ്റ്റർ റാണി ഗ്രേസ് എന്നിവർ പ്രസംഗിച്ചു. മാക്സൺ ജെയ്സൺ, ജെൻസൺ കാവുങ്ങൽ, ഡിക്ടോ ജോസ്, ജോബിൻസ് ജോസ്, സിമി ജോബ്, ഷിജി ജോസ്, അനൂറോയ എന്നിവർ നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ നവീകരിച്ച ആമ്പല്ലൂർ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനവും വായ്പാമേളയും ചൊവ്വാഴ്ച രാവിലെ 11-ന് നടക്കും. സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് CK ഷാജി മോഹൻ ഉദ്ഘാടനം ചെയ്യും. തിലകൻ പൊയ്യാറ അധ്യക്ഷത വഹിക്കും. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിക്കും. ITU ബാങ്ക് ചെയർമാൻ MP ജാക്സൺ വായ്പാമേള ഉദ്ഘാടനം ചെയ്യും. ആമ്പല്ലൂർ കുണ്ടുക്കാവ് ദേവസ്വം തെക്കേ ഗോപുരം കോംപ്ലക്സിന് മുൻവശമാണ് ആമ്പല്ലൂർ ബ്രാഞ്ച് ആരംഭിക്കുന്നത്. മറ്റത്തൂർ ചെട്ടിച്ചാലിലെ വീട്ടുപറമ്പിൽ കാക്കത്തമ്പുരാട്ടി ഇനത്തിലുള്ള പക്ഷിയുടെ കൂട് കണ്ടെത്തി. നാട്ടിൻപുറങ്ങളിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒരിനം കാട്ടുപക്ഷിയാണ് കാക്കത്തമ്പുരാട്ടി. ചെട്ടിച്ചാൽ എടത്താടൻ രാമകൃഷ്ണന്റെ വീടിന് സമീപത്തെ പ്ലാവിലാണ് കാക്കത്തമ്പുരാട്ടിയുടെ കൂട് കണ്ടെത്തിയത്. ഏതാനും ദിവസം മുൻപാണ് പ്ലാവിലെ ഉയർന്ന ചില്ലയിൽ ഈ പക്ഷി കൂട് വെച്ച് മുട്ടയിട്ടത്. 2 ദിവസം മുൻപ് മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തുവന്നു. 3 കാക്കത്തമ്പുരാട്ടി കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ കൂട്ടിലുള്ളത്. ചിറകുമുളച്ച് കുഞ്ഞുങ്ങൾ പറന്നു പോകുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ വീട്ടുകാർ.
ചെങ്ങാലൂർ ഓട്ടിസം പാർക്കിലെ ഓട്ടിസം ദിനാചരണവും ഓട്ടിസം പാർക്കിലെ കുട്ടികളുടെ ചെണ്ടമേള അരങ്ങേറ്റവും ഏപ്രിൽ 3 വ്യാഴാഴ്ച രാവിലെ 10 നടക്കും. റെക്കോർഡുകൾ കടന്ന് കുതിച്ച് സ്വർണ്ണവില. ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില 67,000 കടന്നു. തിങ്കളാഴ്ച പവന് 520 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത്. ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വില 67,400 രൂപയാണ്. ഗ്രാമിന് 65 രൂപ വർദ്ധിച്ച് 8,425 രൂപയായി. കഴിഞ്ഞ 5 ദിവസം കൊണ്ട് 1,920 രൂപയാണ് സ്വർണത്തിന് വർദ്ധിച്ചത്. വെള്ളിയുടെ വിലയും കുത്തനെ ഉയർന്നിട്ടുണ്ട്. 1 ഗ്രാം സാധാരണ വെള്ളിയുടെ വില 112 രൂപയാണ്. കാലാവസ്ഥ. കൂടിയ ചൂട് 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 25 ഡിഗ്രി സെൽഷ്യസ്. LBS സെന്ററിന്റെ തൃശൂർ മേഖലാ കേന്ദ്രത്തിൽ ഏപ്രിലിൽ വേനലവധിക്കാല ക്ലാസുകൾ ആരംഭിക്കുന്നു. കോഴ്സുകൾ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കാണ്. സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓൺ വെബ് ഡിസൈനിംഗ് യൂസിംഗ് HTML ആൻഡ് CSL, ഡിജിറ്റൽ ലിറ്ററസി സർട്ടിഫിക്കേഷൻ, ജൂനിയർ പ്രോഗ്രാമർ കോഴ്സ് യൂസിംഗ് പൈത്തോൺ എന്നീ ഹ്രസ്വകാല കോഴ്സുകളും SSLC യോഗ്യത ഉള്ളവർക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ പൈത്തോൺ, ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് യൂസിംഗ് C++, ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ ഇംഗ്ലീഷ്, ഡിജിറ്റൽ ഓഫീസ് എസൻഷ്യൽസ് വിത്ത് ടാലി ആൻഡ് ടൈപ്പിംഗ് മലയാളം സ്കിൽസ് എന്നീ ഹ്രസ്വകാല പ്രൊഫഷണൽ കോഴ്സുകളാണ് തുടങ്ങുന്നത്. +2 യോഗ്യതയുള്ളവർക്ക് 6 മാസത്തെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആൻഡ് GST യൂസിംഗ് ടാലി, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്നീ കോഴ്സുകളും നടക്കും. പൊതുപരീക്ഷ എഴുതി ഫലത്തിനായി കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9447918589 755993597. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,425 രൂപ, പവന് 67,400 രൂപ. പുതുക്കാട് തെക്കേത്തുറവ് തയ്യിൽ വേണു അന്തരിച്ചു. 62 വയസ്സ്. സംസ്കാരം നടത്തി. രജിതയാണ് ഭാര്യ. മിഥുൻ, അഭയ് എന്നിവർ മക്കളും അഞ്ജിത മരുമകളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വ്രതശുദ്ധിയുടെ നിറവിൽ ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ഈദ്ഗാഹുകളിൽ പെരുന്നാൾ നമസ്കാരം നടത്തി. തലൂരിൽ മൊബൈൽ ഷോപ്പിൽ 1/4 കോടി രൂപയുടെ കവർച്ച. അഫാത്ത് മൊബൈൽ ഷോപ്പിലെ സ്മാർട്ട് ഫോണുകളും ടിവികളും അടക്കമുള്ളവയാണ് കവർന്നത്. എറവക്കാട് ഓടൻചിറ ഷട്ടറിനു സമീപം മണലിപ്പുഴയിലേക്ക് കുടുംബം സഞ്ചരിച്ച ഓട്ടോറിക്ഷ മറിഞ്ഞു. 4 കുട്ടികൾ ഉൾപ്പെടെ 7 അംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മണാലി ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.